ഹായ് ഹലോ എല്ലാവർക്കും സീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തട്ടിക്കൂട്ട് നെയ്ച്ചോറും അതുപോലെ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആവശ്യത്തിന് അരി എടുക്കുക, അത് നന്നായിട്ട് കഴുകി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാത്രം എടുത്തു. അതിനകത്തോട്ട് നമുക്ക് നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള ഏലക്കയും കറുവാപ്പട്ടയും ഗ്രാമ്പും തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കഴുകി വെച്ച അരിയും അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് മാത്രമേ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിവിടെ 3 ഗ്ലാസ്സാണ് അരി എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഗ്ലാസ് കണക്കാക്കിയിട്ടാണ് അരിയെല്ലാം എടുക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് ഞാൻ 5.25 ഗ്ലാസ് ഫുള്ള് എടുത്തിട്ടില്ല, 5.25 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോറുണ്ടാക്കുന്നത് ഓവനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല, കുറച്ച് നമ്മൾ ഇപ്പം 5.25 ഗ്ലാസ് വെള്ളം മതി. ഇനി അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിപ്പം 3 സ്പൂണാണ് നെയ്യ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ ഇത് ഓവനിനകത്തോട്ട് വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ടൈമിങ് കണക്കാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് വെച്ചതിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കഴുകി വെച്ച ചിക്കനിൽ നമ്മൾ ആവശ്യത്തിന് അതുപോലെ ഉപ്പും മുളകും പിന്നെ മുളക് പൊടി അതുപോലെ തന്നെ പിന്നെ കുറച്ച് വിനാഗിരി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് ചേർത്തിട്ട് നന്നായിട്ട് അതിനെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മളത് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം ചീനച്ചട്ടിയിൽ നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടി പോകും. നമ്മൾ അധികം എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ കുറച്ച് എണ്ണയിൽ, നമ്മൾ സാധാരണ ഇപ്പം തവിട് എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇത് തവിട് എണ്ണയിലാണ് നമ്മൾ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ അതിനകത്ത് ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ സാധാരണ അത് ചിക്കൻ പൊരിക്കാൻ വയ്ക്കുന്ന സമയത്ത് അടച്ച് വയ്ക്കും. അപ്പം നമുക്ക് നന്നായിട്ട് ആ ആവിയിൽ കുറച്ച് നല്ല വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ ആ ചിക്കനൊക്കെ വറുത്തെടുത്തു. പിന്നെ ഈ വറുത്ത എണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ ഒരുമിച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിനകത്ത് ഇട്ട് കൊടുത്ത് കുറച്ച് നന്നായിട്ടത് മൂത്ത് വരണം. നല്ല ഒരു മണമൊക്കെ വരുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി നന്നായിട്ട് കുറച്ച് നല്ല വെന്ത് വരണം. ഈ വെന്ത് വന്നതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഇട്ട് കൊടുത്ത് ഞാനത് അടച്ച് വെച്ച് നമ്മൾ കുറച്ച് വേവിച്ചിട്ടാണ് സാധാരണ ഗ്രേവി ഉണ്ടാക്കൽ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തു. ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് കുറച്ച് കളർ, അതായത് എരിവ് വേണമെങ്കിലോ നമ്മൾ ആവശ്യത്തിന് കുറച്ചും കൂടി വേണമെങ്കിൽ മുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം സാധാരണ ഇത് കുറച്ചും കൂടി വേവാൻ വേണ്ടി ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും. നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അതിനകത്ത് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കുറച്ചും കൂടി ടൈം ഒന്ന് വേവിക്കുക. അതിനുശേഷം നമ്മൾ വറുത്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. ആ ഗ്രേവിയിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് നല്ല വേഗത്തിൽ ആയത്. അപ്പോൾ ചിക്കൻ കറി റെഡിയായി. ഇനിതാ നമ്മളെ ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല നെയ്ച്ചോറും ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഒരു ചിക്കൻ കറി. അപ്പം സാലഡ് ഉണ്ട്, അച്ചാറുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നല്ല ചൂടോടെ കഴിക്കുമ്പോൾ നല്ല രസമുണ്ടാവും. അപ്പോൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ചോറെടുത്തു, സാലഡ് എടുത്തു, അച്ചാറെടുത്തു, ചിക്കൻ കറിയും. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം.